ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിവാര വണ്ടി. എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും ഓരോ മെമു വീതം. ഇത്രയും 3 വണ്ടികളാണ് കേരളത്തിനുള്ളത്. ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ തൃശൂർ വരെയും തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി കണ്ണൂർ വരെയും നീട്ടും. പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോകമാന്യ തിലക് കൊച്ചുവേളി എക്സ്പ്രസ് ആഴ്ചയിൽ 2 മാറ്റി. ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച മംഗലാപുരം സച്ചേഗുഡ വണ്ടി കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് വഴി കടന്നുപോകുമെന്നും മന്ത്രി പറഞ്ഞു. അങ്കമാലി ശബരിപാതയ്ക്ക് ബജറ്റിൽ വീതം അനുവദിച്ചെങ്കിലും എത്രയെന്ന് വ്യക്തമാക്കിയില്ല. നഞ്ചങ്കോട് നിലമ്പൂർ മധുര എറണാകുളം തലശ്ശേരി മൈസൂർ എന്നീ റൂട്ടുകളിൽ സർവേ പൂർത്തിയാക്കും. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് മുതൽ മുടക്കാൻ സെയിൽ സന്നദ്ധമാണെന്ന നിർദ്ദേശം ഉടൻ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിനാൽ മികച്ച സേവനം ലഭ്യമാക്കാനും റെയിൽവേക്ക് പദ്ധതിയുണ്ട്. എന്നാൽ അത് പെട്ടെന്നുണ്ടാവില്ല. കേരളത്തിലെ റെയിൽവേ നിർമ്മാണ ജോലികൾ ചെലവ് കൂടിയതാണ്. അതുകൊണ്ട് കൂടുതൽ പണം മുടക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാവണമെന്നും റെയിൽ മന്ത്രി പവൻകുമാർ ബൻസൽ ഓർമ്മിപ്പിച്ചു. തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകൾ നവീകരിക്കുമെന്നതാണ് കേരളത്തിനുള്ള മറ്റൊരു വാഗ്ദാനം. മീഡിയ 1 ന്യൂഡൽഹി.